ഓക്കെ, നേപ്പാളി ചുക്കാവണി. ഓക്കെ, നമ്മുടെ ഡിഷിന്റെ പേരാണ് നേപ്പാളി ചുക്കാവണി. എത്ര വിസിൽ വേണമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. കൊള്ളാം കേട്ടോ, നല്ല സാധനം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഒരു കുക്കിംഗ് വ്ളോഗാണ്. ആക്ച്വലി കുക്കിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര യമണ്ടൻ റെസിപ്പി ഒന്നുമല്ല, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി. അതായത് ഈവൻ ബാച്ചിലേഴ്സിന് പോലും കുക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ കുറച്ച് സമയം കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ കുക്കിംഗ് വ്ളോഗ്. ഓക്കെ, ആൻഡ് ഇത് നമ്മുടെ ഇന്ത്യൻ ഡിഷല്ല, ഇതൊരു നേപ്പാളി ഡിഷാണ്. ആൻഡ് ഈ ഡിഷിൻ്റെ പേര് നേപ്പാളി ചുക്കൗണ്ണി, അങ്ങനെ എന്തോ ഒരു പേരാണ്. ചുക്കൗണി അങ്ങനെയൊക്കെ വായിക്കായിരിക്കും. ഓക്കെ, നേപ്പാളി ചുക്കാവണി. ഓക്കെ, നമ്മുടെ ഡിഷിൻ്റെ പേരാണ് നേപ്പാളി ചുക്കാവണി. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് സമയം മാത്രം മതി. അപ്പോൾ നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മളൊരു 1 2 3 4 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. എത്ര വിസിൽ വേണമെന്നൊന്നും എനിക്കറിയത്തില്ല. നോക്കാം, ഒരു 3 4 വിസിൽ അടിച്ചിട്ട് വെന്തില്ലേ പിന്നെയും വിസിൽ അടിപ്പിക്കാം. ഓക്കെ, അത് വിസിലൊക്കെ അടിച്ച് വേവുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് സബോള, പിന്നെ കുറച്ച് മല്ലിയില, ഈ 2 സാധനം കൂടെ വേണം. നമുക്ക് ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടുന്ന 2 സാധനങ്ങളാണ് സബോളയും മല്ലിയിലയും. ഓക്കെ, സബോള ഞാനൊരു 2 ചെറിയ സബോളയല്ല, അപ്പോൾ 2 ചെറിയ സബോള അരിഞ്ഞ് അതിങ്ങനെ ഞെരടി എടുക്കുക, അല്ലെ അങ്ങനെ ഞെരടി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ഇങ്ങനെ കൊത്തി അരിഞ്ഞത്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 6 വിസിലൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോഴത്തേന് നല്ലോണം വെന്തു. ഓക്കെ, ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്, സബോള റെഡിയായി, മല്ലിയില റെഡിയായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്ന വേറെ കുറച്ച് സാധനങ്ങളൂടെ ഉണ്ട്. അതായത് നമുക്ക് കുറച്ച് തൈരും പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ വേണം. അത് ഞാൻ കാണിച്ചു തരാം. ഇതിനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. എങ്ങനെ മിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഒരു അരക്കപ്പ് തൈര് ഓൾറെഡി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു അരക്കപ്പ് തൈരോട് ഒഴിക്കുകയാണ്. അരക്കപ്പ് തൈര് അത് നമുക്ക് സ്പൂണിട്ട് നല്ലോണം ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ഈ പുഴുങ്ങി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ, അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് സവോള, മല്ലിയില എല്ലാം ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കും. പണി ചെറുതായിട്ട് പാടില്ല, മിക്സ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ ആദ്യം എടുത്ത പാത്രത്തിനകത്ത് തികയത്തില്ല ഗൈസ്, അതുകൊണ്ട് നമ്മൾ പുതിയൊരു പാത്രം എടുത്തു. ഇച്ചിരി തൈരോട് ഒഴിക്കാം, കാരണം അത് ഭയങ്കര കുറുകിയിരിക്കുന്നത്. പിന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ തൈരിനകത്തോട്ട് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ഓൾറെഡി ഇടണം കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഇളക്കി വെച്ചിരുന്ന സാധനം മൊത്തം ഇട്ടിട്ട് ഒന്നിച്ചങ്ങ് ഇളക്കിയെടുക്കണം. ഇതിനകത്ത് ഉപ്പും കൂടെ ഇടണം കേട്ടോ. ഉപ്പിടുന്നത് ഞാൻ കാണിച്ചില്ല, അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല. നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിടണം. ആവശ്യത്തിന് ഉപ്പെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, ഇഷ്ടമുള്ള അത്രയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിനകത്തോട്ട് ഇനി കടുകല്ല താളിച്ചിടുന്നുണ്ട് നമ്മൾ, ഒരു താളിപ്പിടുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ആ താളിപ്പൊടി ഇട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ സംഭവം റെഡിയാവും. സോറി ഗൈസ്, ഇത് കരിഞ്ഞു പോയിരിക്കുകയാണ്. സെക്കൻഡ് അറ്റംപ്റ്റാണ് അത്. തവണ കരിയാതിരിക്കാൻ പ്രാർത്ഥിക്കാം. നിർത്തി കഴിഞ്ഞിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാം, അതായിരിക്കും നല്ലത്. അഗൈൻ നമ്മൾ കുറച്ച് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ആണെന്ന് തോന്നുന്നു കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഇതിനകത്തോട്ട് ഒഴിക്കുന്നു. നമ്മുടെ ഉലുവ ഒരു 1/4 അരയോ ടീസ്പൂൺ, ഒത്തിരി ഇട്ട കയ്പിലായിരിക്കും. ഇത് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഞാൻ തീ ഓഫാക്കും. എന്നിട്ട് തീ ഓഫാക്കിയിട്ട് ആ ചൂടിന് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കും. നമുക്ക് അറിയത്തില്ലായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഇപ്പോൾ പൊട്ടി കഴിഞ്ഞു, ഞാൻ തീ ഓഫാക്കി കേട്ടോ. നമുക്ക് എഗെയിൻ ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിനകത്തോട്ട് ഇടാം. പെട്ടെന്ന് തന്നെ അതിനകത്തോട്ട് നമുക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടിയും ഇടാം. 2 അല്ല, ഒരു 1.5, ഒത്തിരി എരിവ് വേണ്ടല്ലോ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചൂടിന് തന്നെ കിടന്ന് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എണ്ണ കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ആ താളിച്ച സാധനം ആദ്യം ഒന്ന് താളിപ്പ് സെറ്റാക്കിയപ്പോൾ അത് കരിഞ്ഞു പോയി. രണ്ടാമത് ഒന്നുകൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കസൂർമേത്തി ഇടുന്നതാണ് നല്ലത്. എന്തെങ്കിലും അതില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉലുവ ഇട്ടേ. ഞാൻ എവിടെയോ ഗൂഗിളിൽ ഏതോ ഒരു റെസിപ്പി നോക്കിയപ്പോൾ അതിനകത്ത് ഉലുവ ഇട്ടാലും കുഴപ്പമില്ലെന്നാണ്, അതുകൊണ്ട് ഞാൻ ഉലുവ ഇട്ടു. ഉലുവ പൊടിയല്ല കേട്ടോ, മുഴുവൻ ഉലുവ. അപ്പോൾ ഗൈസ്, നമ്മുടെ നേപ്പാളി ചുക്കാവുണ്ണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കൊള്ളാം, ടേസ്റ്റ് നോക്കിയിട്ട് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മുടെ കറികളുടെ കൂട്ടൊന്നും ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റ്. പക്ഷെ കൊള്ളാം. ഇനി ഇത് ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനിടുന്ന സമയത്ത് ഇച്ചിരി ഉപ്പിടുവായിരുന്നു കൊള്ളായിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഉരുളക്കിഴങ്ങിന് മാത്രം ഉപ്പില്ല. ഓക്കെ, ഞാൻ മൊത്തത്തിൽ ഒന്നിച്ചല്ല ഇട്ടേ. ഇച്ചിരി ഉപ്പിട്ട് പുഴുങ്ങുവായിരുന്നെ കൊള്ളായിരുന്നെന്ന് തോന്നി. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനൊരു ടേസ്റ്റ് എങ്ങനെ ആയിരിക്കുന്നൊന്നും അറിയത്തില്ലല്ലോ, പക്ഷെ കൊള്ളാം, നല്ല സാധനം. ബാച്ചിലേഴ്സിനൊക്കെ എന്തായാലും ഉണ്ടാക്കാൻ പറ്റിയ സാധനം. വലിയ പണിയൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് വേവുന്ന താമസം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ 1 2 സബോള, കുറച്ച് മല്ലിയില, ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നല്ല സാധനമാണ്. അങ്ങനെ നമ്മുടെ നേപ്പാളി ചുക്കാവുണ്ണി ഇവിടെ റെഡിയായിരിക്കുകയാണ്.
കൊള്ളാം കേട്ടോ, നല്ലതാണ്, നല്ല സാധനമാണ്. നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ ഈ കറിയും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു പൊട്ടറ്റോ യോഗർട്ട് സാലഡാണ്, അങ്ങനെയാണ് അവർ പറയുന്നത്. ഓക്കെ, പക്ഷെ കൊള്ളാം, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഒത്തിരി കുക്ക് ചെയ്യാനൊന്നും താല്പര്യമില്ല, എന്നാൽ ഉച്ചയ്ക്ക് ചോറിന് കറിയൊന്നുമില്ല, ഇതെനിക്കൊന്ന് ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്കിപ്പം കുക്ക് ചെയ്യാനൊന്നും വലിയ സമയമൊന്നും ഇല്ല, എളുപ്പത്തിൽ ഒരു സംഭവം ഉണ്ടാക്കണം കഴിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വട്ടവേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ഇന്നത്തെ കുക്കിംഗ് വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.